السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. പ്രിയ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹിച്ചാൽ ഈ ഒരു വിശുദ്ധ റമദാൻ കൂടെ എത്തിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടെ ഇബാദത്തിൽ ധന്യമായി ഈ മാസത്തെ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ നമ്മളിപ്പോ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞ പോലെ റമദാനിന്റെ ആരംഭത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഏകദേശം ഒരാഴ്ച നമ്മൾ പിന്നിടാൻ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിലാണ് റമദാൻ നമ്മളോട് യാത്ര പറഞ്ഞത്. എത്ര പെട്ടെന്നാണ് ആ ദിവസങ്ങൾ യാത്ര പറഞ്ഞത്. ഏകദേശം 25% അടുത്ത് കഴിഞ്ഞു റമദാൻ. ഇനി അത്രേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അലസതകളെ വിട്ട് ഉള്ള സമയം മാക്സിമം അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ നോക്കി, അള്ളാഹിനെ പറ്റി നമ്മൾ പറയും അർ-റഹ്മാൻ അർ-റഹീം, പരമകാരുണികനാണ്, കരുണാനിധിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചിങ്ങനെ നടക്കാൻ, കുഞ്ഞിനെ കാണാതായ ഒരു ഉമ്മാന്റെ വിഷമം നമുക്കറിയാലോ.
ആ കുട്ടി മാതാവിനെ കണ്ടുമുട്ടുമ്പോ ഉമ്മയും മകനും തമ്മിൽ വാരിപ്പുണർന്ന് ആ ചെറിയ പൈതലിനെ ഉമ്മ മാറോടണക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആ മാതാവ് തന്റെ കുഞ്ഞിനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവര് പറഞ്ഞു, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ അടിമകളെ രക്ഷപ്പെടുത്താൻ എല്ലാ കാരുണ്യവും അല്ലാഹു നമ്മളോട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, സ്വമേധയാ നമ്മളൊരു തെറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒന്നും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഒരു തെറ്റ് മാത്രമാണ്. നമ്മളൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്താൻ, ആ നന്മ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു രണ്ട് നന്മ രേഖപ്പെടുത്താൻ, ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് പിന്മാറുമ്പോൾ ആ മനുഷ്യനൊരു നന്മ അള്ളാഹു തആല രേഖപ്പെടുത്തി വെക്കാൻ. അത്രയും തന്റെ അടിമകളോട് കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങളിൽ ഉണ്ടാവേണ്ട സ്വഭാവവും കരുണയാണ്. എങ്കിൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങൾക്ക് കരുണ തരുമെന്നുള്ളത്. അള്ളാഹിന്റെ കാരുണ്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും അവലംബിക്കുന്ന രണ്ട് പദങ്ങളാണ് അർ-റഹ്മാൻ, അർ-റഹീം. എന്താ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു പരമകാരുണികനാണ്. അള്ളാഹുവിനെ അനുസരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു ഒരേപോലെ കരുണ ചെയ്യുന്നവനാണ് ദുനിയാവിൽ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അർ-റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ അല്ല ഇല്ല എന്ന് പറയുന്നവരും അല്ല ഉണ്ട് എന്ന് പറയുന്നവരും അനുഭവിക്കുന്ന സൂര്യന്റെ പ്രകാശം ഒന്നാൻ, ചന്ദ്രന്റെ നിലാവലകൾ ഒന്നാൻ, എല്ലാ അനുഭൂതികളും ഒന്നാൻ. പക്ഷെ അള്ളാഹു തആല റഹീമാണ്. അവനെ അനുസരിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ആ കാരുണ്യമാവട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ 100ആയി പകുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു തആല ദുനിയാവിൽ വിനിയോഗിച്ചിട്ടുള്ളൂ. ഒരൊറ്റ ഭാഗം മാത്രം. ബാക്കി 99 ഭാഗവും എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ പരലോകത്ത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അകപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് സാധാരണ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കലുണ്ട്, അല്ലെ? എന്താണ് ശാപം എന്ന് പറഞ്ഞാൽ? ലഅനത്തുല്ലാഹ്. അള്ളാഹിന്റെ ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ലഅനത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? വയസ്റുദുഹും അനിർ റഹ്മ. അവന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവർ എന്നാണ് ശപിക്കപ്പെട്ടവർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു അവന്റെ അടിമകളോട് ഏറെ കരുണയുള്ളവനാണ്. അത് ഓരോ മേഖലയിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മൾ അള്ളാഹിനോട് തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്തിട്ട് തെറ്റ് പൊറത്തു തരണേ എന്ന് അള്ളാഹിനോട് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത തെറ്റ് പൊറത്തു തരുന്നു എന്ന് മാത്രമല്ല, പൊറത്തു തരണേ എന്ന് ചോദിച്ചതിന് കൂലി നൽകുന്നവൻ അള്ളാഹ്. അതിന് പ്രതിഫലം നൽകാൻ, അതിനൊരു അമലു സ്വാലിഹാത്തായിട്ട് തന്നെ അങ്ങനെ നമുക്ക് പ്രതിഫലം നൽകുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അത്രയും തന്റെ അടിമകളോട് കരുണയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി നമ്മൾ പറഞ്ഞു, റമദാൻ കാരുണ്യത്തിന്റെ മാസമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു റമദാനിനെ തന്നത് തന്നെ അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യം. റമദാനിനെ തന്നത് തന്നെ അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ്. നമ്മൾ ആരോടാണ് കിടപിടിക്കുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും എന്റെ ജനതയെ ഞാൻ അള്ളാഹുവിൻ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചവനാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ആ ജനങ്ങളെ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു. ആ ക്ഷണിച്ച വർഷത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് 1000-ൽ നിന്ന് 50 ഒഴികെയാണ്. അപ്പൊ 950 വർഷക്കാലം ആ ജനതയ്ക്ക് ദഅവത്ത് നടത്തിയെങ്കിൽ അവരുടെ ആയുസ് എത്രയാണ്? ആയുസ് എത്രയാണ്? അത്രയും മേലെ ആയുസ്സുണ്ട് അവർക്ക്. 1000-ന് മേലെ ആയുസ്സുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകളുടെ ശരാശരി ആയുസ് എത്രയെന്ന് അറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 60-ന്റെയും 70-ന്റെ ഇടയിലാണ്, അല്ലേ? അതിന് മേലെ കിട്ടിയവരൊക്കെ ബോണസിലാണ്. ബോണസിലാണ്. മഹാനായ
ഇബ്നു റജബുൽ ഹബ്ബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരാൾ വന്ന് സംസാരിക്കാൻ. അത് ചോദിച്ചു, വയസ്സെത്രയെന്ന് ചോദിച്ചു. പറഞ്ഞ എനിക്ക് 60 വയസ്സായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, യാത്ര തുടങ്ങിയിട്ട് 60 വർഷമായിട്ടുണ്ടല്ലേ, താങ്കൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ടെന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും ജീവിച്ചു തീർത്തതാണ് കൂടുതൽ, ജീവിക്കാനുള്ളത് വളരെ കുറച്ച്. ജീവിച്ചു തീർത്തതാണ് കൂടുതൽ. നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വരുന്നൊരു അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്. അദ്ദേഹം എന്നും എന്നോട് പറയും, ഞാൻ ബോണസിലാത്ത മൗലവി, ഞാൻ അതുകൊണ്ടാണ് ബോണസ് എന്ന പ്രയോഗം ഉപയോഗിച്ചത്. നമ്മുടെ ക്ലാസ്സിലേറെ പഠിക്കാൻ ഏറ്റവും ഉത്സാഹം കാണിച്ചിട്ട് മുന്നിലുണ്ടായിരുന്ന വ്യക്തിത്വം ഇന്ന് അദ്ദേഹം ദുബൈ ഖബർസ്ഥാനിലാണ്, കിസൈസിലെ ഖബർസ്ഥാനിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല പ്രായമായി, അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ കഴിഞ്ഞു, പ്രായമായി, മക്കളുടെ കൂടെ മാറി താമസിക്കുന്നതിനിടയിലാണ്, തൃശ്ശൂർ ചെമ്പുക്കാവിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ മരണത്തിന്റെ രോഗത്തിലും ഒരു അമൃതന്ന് സർജറി കഴിഞ്ഞു. അപ്പൊ പോലും ആ ഖുർആൻ ക്ലാസ്സിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭ്രമം പറയാൻ, അദ്ദേഹത്തിന്റെ മകൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാൻ. ലൈവ് ക്ലാസ് കഴിഞ്ഞ പഠനം, ഇവിടെ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ആശുപത്രി കിടക്കയില് അവിടുന്ന് ഇറങ്ങി സീറ്റിൽ ഇരുന്നിട്ട് ബെഡിൽ ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഉടൻ പിടിച്ചുകൊണ്ടിരിക്കാൻ. ഒരു ക്ലാസ്സും അദ്ദേഹം മിസ്സാക്കാറുണ്ടായിരുന്നില്ല. ഓരോ ഹോസ്പിറ്റലാണെങ്കിലും ശരി, അവിടെ ആണെങ്കിലും ശരി, യുഎയിലാണെങ്കിലും ശരി, മക്കളുടെ അടുത്താണെങ്കിലും ശരി. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രം, ബോണസിലാണെന്ന് പറഞ്ഞത് നമ്മൾ ആരും ചിന്തിക്കണില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇനി 70 കൊല്ലം ജീവിച്ചാലും 60 കൊല്ലം ജീവിച്ചാലും 90 കൊല്ലം ജീവിച്ചാലും നമുക്കൊക്കെ ചെയ്യാൻ കഴിയാവുന്ന അമലു സാലിഹാത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ പരിമിതിയുണ്ട്. ഈ ആയുസ്സിലെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ദിവസേന ഒരു 60 വർഷം വരെ ജീവിക്കുന്ന ഒരാള് 8 മണിക്കൂർ വെച്ച് ഉറങ്ങുകയാണെങ്കിൽ 20 കൊല്ലം അയാൾ എന്ത് ചെയ്തു? ഉറങ്ങി തീർത്തിട്ടുണ്ട്. ബാക്കി 40 വർഷമാണ് ബാല്യമായി, ശൈശവമായി, പക്വതയില്ലാത്ത സമയമായി, ദൈനംദിന ആവശ്യങ്ങളായി ചെലവഴിക്കുന്നത് വർഷങ്ങളായി. ഒരു ദിവസം 10 മിനിറ്റ് കുളിക്കാൻ എടുക്കുന്ന ഒരാള് 6 ദിവസം കൊണ്ട് 1 മണിക്കൂറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏകദേശം ഒരു 125 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു ദിവസം കുളിക്കാൻ മാത്രം ഒരാൾ സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആയുസ്സിലെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നുള്ളൂ. അതിലെ വളരെ തുച്ഛം മാത്രമേ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ചുരുങ്ങിയ ആയുസ്സുള്ള നമ്മളോട് അള്ളാഹു പറയാണ്, അതാകും ശഹ്റുൻ മുബാറക്. മുത്തനബി പഠിപ്പിക്കാണ്, അനുഗ്രഹീതമായ, അനുഗ്രഹങ്ങളുടെ ബറക്കത്തിന്റെ കേദാരമായ റമദാൻ അള്ളാഹു നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു എന്നാണ്. അത് പടച്ചവന്റെ ഏറ്റവും വലിയ റഹ്മത്താൻ. നമ്മൾ ഈ 60 വർഷത്തിന്റെ ഉള്ളിലെ ആയുസ് കൊണ്ട് സമ്പാദിക്കുന്നത് ആയിരങ്ങൾ ജീവിച്ചവരുടെ ആയുസ്സുകൾക്ക് മുകളിലാണ്. അതുകൊണ്ട് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ തന്നത് തന്നെ അള്ളാഹു തന്ന വലിയൊരു കാരുണ്യമാണ്, വലിയ കാരുണ്യമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ അമല് ചെയ്യാനുള്ള അവസരം. പക്ഷെ അള്ളാഹിന്റെ റഹ്മത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. റമദാൻ കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്തവൻ എത്ര ഹതഭാഗ്യവാനാണെന്ന് ആലോചിച്ച് നോക്കി. ലൈലത്തുൽ ഖദർ തന്നു പാഴാക്കിയോൻ, അതുപോലെ തന്നെ പുണ്യദിനങ്ങളെ തന്നു പാഴാക്കിയ ആളുകൾ എത്ര ഹതഭാഗ്യവന്മാരാണ്. നമുക്ക് അമലുകളെ കൊണ്ട് അവരെ മറികടക്കാനുള്ള അവസരം അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽഅമാലു ബിഅശ്രി അംസാലിഹാ. അമലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി മുതലാണ് ഇലാ 700 അതിന്റെ 700 ഇരട്ടി വരെ, 700 ഇരട്ടി വരെയും അള്ളാഹു പ്രതിഫലങ്ങൾ നൽകാമെന്നാണ്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു തആല പ്രതിഫലം നൽകും. അങ്ങനെ അമല് കൊണ്ട് അവരുടെ മുകളിൽ കടക്കാനുള്ള അവസരം റമദാനിൽ അള്ളാഹു നമുക്ക് തന്നതാണ്. അതെത്രയാണ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം വിചാരിക്കാം. റമദാനിന്റെ പുറത്ത്, റമദാനിലല്ല, റമദാൻ അല്ലാത്തൊരു മാസം ഖുർആൻ പാരായണം ചെയ്താലുള്ള കൂലി എത്രയാ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു 10 ഹസനാ. ആര് അള്ളാഹിന്റെ ഖുർആനിൽ നിന്നൊരു ഹർഫിനെ പാരായണം ചെയ്യുന്നുണ്ടോ അവന് 10 നന്മയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹർഫ് പാരായണം ചെയ്താല് 10 നന്മയാണ്. എന്നിട്ട് റസൂൽ പറയാ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമല്ല, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്.
ഒരു ഹർഫിന് 10 നന്മ റമദാൻ ഇല്ലാത്തപ്പോ. ഖുർആനിൽ എത്ര അക്ഷരമുണ്ട്? 3,23,000-ലധികം ഹർഫുണ്ട്. അതിന് 10 × 10 നിങ്ങൾ നോക്കിക്കോ. റമദാൻ ഇല്ലാത്തപ്പോ എത്ര പുണ്യം നേടാനുള്ള അവസരം തന്നിട്ടുണ്ട് അല്ലേ? നമ്മളൊന്ന് മനസ്സ് വെച്ചാല് നോക്കി, ലക്ഷക്കണക്കിന് പുണ്യം നേടാൻ റമദാൻ ഇല്ലാത്തപ്പോ അവസരം. × 700 റമദാനിലേക്ക്. നമ്മളുടെ കയ്യിലുള്ള സാധാരണ ഡിജിറ്റൽ കാൽക്കുലേറ്ററിൽ അതിന്റെ ഡിജിറ്റ് തെളിയാത്ത അത്ര മാത്രം പുണ്യം ഒരു ഖത്മുൽ ഖുർആനിന് അല്ലാഹു റമദാനിൽ തരാന്ന് പറയും അല്ലേ? സഹാബ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കും, 5 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കും, 7 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കും. 7ാമത്തെ റമദാൻ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്നവരെ ഖുർആനിലെ ഒരു തവണയെങ്കിലുമായി എന്ന് പറയാൻ, പകുതിയെങ്കിലുമായി എന്ന് പറയാൻ, വേണ്ട ഒരു 3 വട്ടം ഖത്മ തീർക്കാൻ ഈ 10ഓടുകൂടെ ഒരു തവണ തീരണമെങ്കിൽ അതിന്റെ ഒരു 20 ജുസെങ്കിലും ഈ സമയത്ത് ഓതി തീർത്തിട്ടുണ്ടെന്ന് പറയാൻ നമ്മളിലുണ്ടോ? വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നികത്തണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ നോക്ക്, അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ഫർദ് ജമാഅത്തിന്റെ വിഷയം എടുത്തൊക്കെ നിങ്ങൾ സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി 27 ദറജ. ജമാഅത്ത് നമസ്കാരത്തിന് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുണ്ട്. 27 ഇരട്ടി പ്രതിഫലമുണ്ട്. 27 ഇരട്ടി വെറുതെ കിട്ടൂല കേട്ടോ. 27 കണ്ടീഷൻസ് ഉണ്ട്. 27 നിബന്ധന പാലിക്കുന്നവർക്കാണ് 27 ഇരട്ടി പ്രതിഫലമുള്ളത്. അതിൽ നിങ്ങൾ നോക്കി, സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ മൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹ, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനാണ്. വമൻ സല്ല ഇശാഅ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈല കുല്ലഹ, രാവിന്റെ പകുതി നിന്ന് നമസ്കരിച്ചവനാണ്. സുബഹിന്റെ ജമാഅത്തിലെത്തുന്ന പ്രതിഫലം മുനാഫിക്കുകൾ അറിയുമായിരുന്നെങ്കിൽ നടക്കാൻ കഴിയാതെ മുട്ടുകുത്തി എഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിന് അവർ വരുമായിരുന്നു. അത്ര ജമാഅത്തിന് കൂലിയുണ്ട് അല്ലേ? എപ്പോ? റമദാൻ അല്ലാത്തപ്പോ. റമദാനിൽ × 700 നിങ്ങൾ ആലോചിച്ചൊക്കെ. ഈ ഒരു മാസം അള്ളാഹു തൗഫീഖ് ചെയ്ത 150 വക്തോ 145 ജമാഅത്തെ 27 ഇരട്ടി വെച്ച് വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അള്ളാഹു തആല നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ള ഏറ്റവും മഹനീയമായ ഒരു സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഏത് അമലിനും 700 ഇരട്ടി വെച്ച് പുണ്യുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അള്ളാന്റെ ഹബീബ് ഒന്നിനെ മാറ്റിവെച്ചു. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്നുള്ള. നോമ്പ് അവിടെ നിൽക്കൂല. 700 ഇരട്ടിയിൽ നോമ്പ് നിൽക്കൂല എന്നർത്ഥം. മനസ്സിലായോ? അത് അതിന് മുകളിലാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിസ്കാരം അല്ലാഹ്ക്കല്ലേ, സക്കാത്ത് അള്ളാന്റെ പ്രീതിക്കല്ലേ, ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ടിയിട്ട്. അതിന് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി തരിക എന്ന് പറയാനുള്ള കാരണം നോക്കിയേ. ലോകത്തെ എല്ലാ പള്ളികളും ആരുടെ വീടാണ്? അള്ളാന്റെ വീടാണ്, സംശയമല്ല. പക്ഷെ ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏതാ? കഅബയാണ്. കണ്ടോ? പള്ളികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തി കഅബ എണ്ണിയിട്ടുണ്ടെങ്കിൽ, ആരാധനകളുടെ കൂട്ടത്തിൽ അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ആ നോമ്പ് 700 ഇരട്ടിക്കും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 700 ഇരട്ടിക്കും മുകളിലാണ് അള്ളാഹു തആല അവന്റെ അടിമകളോട് ചെയ്ത വലിയ കാരുണ്യം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ. അമലുസ്സാലിഹാത്ത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാൻ, ഈ റമദാനിൽ നമുക്ക് എങ്ങനെയൊക്കെ പുണ്യം മേടിക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മള് 1 രൂപ സ്വതക്ക ചെയ്താൽ പോലും അതിന് അത്രയും നന്മയുണ്ട് റമദാനില്. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോണ സമയത്ത് ആളുകൾക്ക് തടസ്സമായ ഒരു മട്ടല്, തെങ്ങാണല്ലോ, തെങ്ങെന്ന് വീണ ഒരു മടല് നമ്മളൊന്നെടുത്ത് റോട്ടിൽ നിന്ന് മാറ്റിയിട്ടാൽ പോലും നോർമലി നമുക്ക് അത് ഈമാന്റെ മേഖലയാണ്. ഈമാൻ ബിൽ ശുഅബ, ആ ഈമാൻ 70-ൽ പരം ശാഖകളുണ്ടെന്ന് പറഞ്ഞ അതിനാഹ ഇമാസത്തുൽ, അത് അലിച്ചൊടി അതിന്റെ താഴെത്തട്ട് വഴിയിൽ നിന്ന് ഉപദ്രവം മാറ്റുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 700 മട്ടല് നീക്കിട്ട കൂലിയാണ് അല്ലാഹു തആല
റമദാനിൽ തരാൻ പോണേന്ന്. അപ്പോ ഏതൊരു നന്മ നമ്മൾ ഒന്നിനെയും നിസ്സാരമാക്കണ്ട. ولا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طلق. പ്രസന്ന മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിങ്ങൾ ഒഴിവാക്കണ്ട. കാണുമൊന്ന് പുഞ്ചിരിക്ക, ഒരു സ്വതക്കന്റെ കൂലിയ. അതുപോലും റമദാനിൽ അതൊക്കെ 700 ഇരട്ടിയിലേക്ക് കടന്നു വരുന്ന. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ചെയ്യാൻ കഴിയാവുന്ന ചില പുണ്യങ്ങളെ പെട്ടെന്നൊന്ന് ഓടിച്ചു പറയണം. ഒന്ന്, റമദാനിലെ നോമ്പ് നമ്മൾ പറഞ്ഞു. നോമ്പാവണമെങ്കിൽ ശരീരം മാത്രമല്ല, ആത്മാവിനും മനസ്സിനും നാവിനും കൈക്കും കണ്ണിനും കാതിനും ഒക്കെ നോമ്പുണ്ട്. കളവില്ല, ലേശനില്ല, പരദൂഷണില്ല, ഒന്നുമില്ലാത്ത രൂപത്തില് നമ്മൾ നോമ്പെടുക്കുക. രണ്ടാമത്തെ വിഷയം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ആ നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ അത്താഴം ബറക്കത്താണ്, ഇഫ്താറിന് വേണ്ടി കാത്തിരിക്കല് കൂടിയുള്ള കാര്യം, അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ അമലുസാലിഹാത്ത് ചെയ്യേണ്ട സമയങ്ങൾ. പക്ഷെ നമ്മളെന്താ അറിയോ, സാധാരണ ആളുകളൊക്കെ വെറൈറ്റി പരിശീലിക്കുന്ന ഒരു സമയമാണ് റമദാൻ. വെറൈറ്റി പരിശീലിക്കുന്ന ഒരു സമയം, പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് കുറെ വ്ളോഗർമാര് ചടഞ്ഞിരിക്കുക. അത് കാണാൻ നമ്മൾ ഇരിക്കുക. ആരും മോശമല്ല. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ വല്യമ്മക്ക് 83 വയസ്സ് കഴിഞ്ഞു. 84ാമത്തെ വയസ്സാണ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താ അറിയാം, വല്യമ്മ വരെ യൂട്യൂബ് നോക്കിയിട്ട് ട്രയൽ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് ഞാന് പറഞ്ഞെന്താ വെച്ചാല് അത്ര വരെ നമ്മൾ എന്നിട്ട് പുതിയ ഐറ്റംസുകളൊക്കെ വേറെ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് അപൂർവം കിട്ടലുള്ളത് ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുമ്പോ, അപ്പോ വല്യമ്മക്ക് ഒന്നുകൂടെ സന്തോഷമാണ്. അപ്പോ എന്റെ വീട്ടിലൊക്കെ വല്യമ്മയാണ് അൽഹംദുലില്ലാ ഇപ്പോഴും കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പൊ അത് വേറെ ആരും ചെയ്യുന്ന വല്യമ്മക്ക് തൃപ്തിയല്ലാത്തതുകൊണ്ട്, കാരണം എന്റെ വൈഫും ഒക്കെ ഉണ്ടെങ്കിലും ശരി വല്യമ്മ തന്നെയാണ് അതിന്റെ കടിഞ്ഞാണ്. അപ്പോ ഒരു വെറൈറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹം, അതിന് യൂട്യൂബ് വരെ സെർച്ച് ചെയ്ത്. അപ്പോ പുതിയ തലമുറയുടെ കാര്യം പറയാനില്ലല്ലോ, നമ്മള് അതീ കണ്ട സാധനം പയറ്റി നമ്മൾ ഇങ്ങനെ പുതിയ 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 വെറൈറ്റീസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള മത്സരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ, അതിൽ നിന്നൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, റമദാൻ ഇബാദത്തിനുള്ള ഒരു മാസമാണ്. അത് കൂടുതൽ ഇതില് ചടഞ്ഞിരിക്കാനുള്ള സമയമല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കാണണം. നമ്മൾ പോലും ഈ ഇരിക്കുന്ന ആണുങ്ങളാണെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡ് രാവിലെ എണീറ്റ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത്, സാധാരണ ഇന്നെന്താ നോമ്പറക്കാൻ അല്ലേ, രാവിലെ ഒരുപക്ഷെ ഒരു ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം മേടിച്ചു കൊണ്ടുവരാനോ സാധനങ്ങൾ അടുപ്പിക്കാനൊക്കെ ഓക്കെ, അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്. ഇത് മാത്രം ലക്ഷ്യാക്കിയിട്ട് നമ്മൾ, കാരണം ആ സന്തോഷം അല്ല തന്നെ തന്നെയാണ്. അത് എത്ര പൈസക്കാരനും നോമ്പ് തുറക്കുമ്പോൾ സന്തോഷമുണ്ട്, പാവപ്പെട്ടവനും സന്തോഷമുണ്ട്. ഒരു നോമ്പുകാരൻ എന്താ 2 സന്തോഷം തന്നു. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ചെറിയ സന്തോഷമാണെന്ന് പറഞ്ഞത്, അത് എത്ര ഉള്ളവനും ഉള്ള സന്തോഷം തന്നെയാണ്. കാരണം നമ്മളൊക്കെ തൊണ്ട വല്ലാതെ പറഞ്ഞിട്ടായിരിക്കണം. ആ നേരത്തെ അൽഹംദുലില്ലാ ഒരു തുള്ളി വെള്ളം കിട്ടുന്ന നേരത്തെ എന്ന പ്രാർത്ഥനയുടെ കാമ്പ് വല്ലാതെ ആസ്വദിച്ചു പോകുന്ന ഒരു നിമിഷം തന്നെ, അതിലൊന്നും സംശയമില്ല. പക്ഷെ ലക്ഷ്യം മറക്കരുത്. ഇബാദത്തിൽ നമുക്ക് പിന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്ന് അതിന്റെ ഖിയാമാണ്, തറാവീഹകളാണ് അല്ലെ. നമ്മൾ ആലോചിച്ചൊക്കെ, തറാവീഹ് എന്ന് പറഞ്ഞാല് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ, റമളാനിലൂടെ ഈമാനോടെ നിന്ന് നമസ്കരിക്കാൻ, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ച് തറാവീഹ് നിസ്കരിക്കാൻ, നല്ല നിയ്യത്തിൽ നിസ്കരിക്കണം. നാട്ടുകാരിപ്പോ എന്താ വിചാരിക്കാൻ, ഞാനിന്ന് പോയിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതിനുള്ളൂ. ഈ ചില പള്ളിയിലൊക്കെ ഉണ്ടാവും. ഇവിടെ അൽഹംദുലില്ലാ ഈ പള്ളിയുടെ സ്റ്റെയറും ഈ 2 റക്അത്തിൽ ഒളു മുറിയണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. 2 റക്അത്ത് കഴിഞ്ഞാൽ ഒളു എടുക്കാൻ പോവുക, എന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി വെള്ളം കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ കയറി വരും. ഞാൻ ആദ്യ ഖുത്ബ നടത്തിയിരുന്ന കൊല്ലത്ത് ഫസ്റ്റ് PSC കിട്ടിയിട്ട് ആദ്യ ഖുത്ബ നടത്തിയത് ചാലിശ്ശേരിയിലാണ്. അൽഹംദുലില്ലാ എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയം മുതൽ 5 വർഷം അവിടെ ആയിരുന്നു, ഡിഗ്രി തീരുന്നത് വരെ. പക്ഷെ കൊല്ലം ജില്ലയിൽ PSC കിട്ടി പോയപ്പോൾ ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പള്ളിയുടെ സ്റ്റെയറിൽ മക്കൾ ഇങ്ങനെ ഇരിക്കാൻ. അപ്പൊ എന്താ വെച്ചാല് അവിടെ ഇന്ന് കാപ്പിയൊക്കെ കൂടി ചുക്ക് കാപ്പി സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചാൽ വന്ന് ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് യാത്ര കഴിഞ്ഞിട്ട് അവിടെ എത്തണം. അപ്പൊ ഞാൻ പറഞ്ഞവരോട് അന്ന് ക്ലാസ്സിൽ അപ്പൊ തന്നെ പറഞ്ഞു, നാളെ മുതൽ പള്ളിയിൽ എന്തില്ല, ചുക്കാപ്പി ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാല് 2 റക്അത്ത് കഴിയുക, ഒതുർക്കാൻ പോവുക, നേരെ മോക്ക കഴുകി വന്ന് ചുക്കാപ്പി പിടിച്ച് അവിടെ ഇരിക്കുക. അപ്പത്തിനും 3ാമത്തെ റക്അത്ത് ഏകദേശം ഫാത്തിയും സുഹൃത്തൊക്കെ ഒന്ന് പരിമിതപ്പെട്ട് വരുമ്പോ ഒന്ന് കൈയിട്ട വീണ്ടും പിന്നെ 2 റക്അത്ത് കഴിഞ്ഞാൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരിക. 10ാമത്തെ റക്അത്ത് കഴിഞ്ഞ ഒരു മനുഷ്യൻ എവിടെയും പോകില്ലല്ലോ, കാരണം അവനക്കറിയാം ഇനി അടുത്ത ഏതാണ് പുലുല്ലാഹതാന്ന് അറിയാം. അപ്പൊ എന്റെ ഒരു പ്രശ്നമില്ല, ഒതു മുറിയിൽ എവിടെയും പുല്ല സ്വപ്നം ആരും എവിടെയും പോകുന്നില്ല. അന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ തറാവി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വരേണ്ട കാര്യമില്ല, വീട്ടിലിരുന്നാ മതി. കാരണം നമ്മൾ വരുമ്പോ ഇഹ്തിസാബ് ഉണ്ടെങ്കിലേ അള്ളാഹു തറാവിഹിന് കൂലി തരുള്ളൂ എന്നാണ്. പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ചു. നിങ്ങൾ നോക്കി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ, വലാ തസ്അൽന അൻ ഹുസ്നിഹിന്ന വതുലിഹിന്ന, അതിന്റെ അഴകും ദൈർഘ്യവും നീ ചോദിക്കേണ്ട. അത്ര മനോഹരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം. നമ്മള് അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. ഒന്ന്, നമുക്ക് ഇങ്ങനെ സമയം പോവാത്തൊരു ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിക്കും നിസ്കാരത്തിൽ. ഇപ്പൊ ഞാൻ പരിശുദ്ധനൊന്നല്ല, എനിക്ക് തറാവി നിസ്കരിക്കുമ്പോൾ എനിക്കിഷ്ടം ഇമാമുക്കാനാണ്. കാരണം എന്താ പറയുക, ഇമാമുക്കാനെ നമ്മൾ ഓൾറെഡി ഓത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മൾ ഇങ്ങനെ പോകും. മമ്മു വെക്കുമ്പോ അത്ര ഒരു സുഖം സാധാരണഗതിയിൽ കിട്ടലില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയാം. അപ്പോ മമ്മൂക്കണ ഏതൊരാളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ കുത്തുബ പറയാൻ മിമ്പറിൽ നിൽക്കണ സുഖമൊന്നുമല്ല, കുത്തുബ കേൾക്കാൻ ചമ്പറം പടി നിലത്തിരിക്കണവരെ അത് നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ നമുക്കതറിയാം. എന്നതുപോലെ നമുക്ക് ഇങ്ങനെ ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി, അങ്ങനത്തെ ചിന്താഗതിയല്ല. ആയത്തിന്റെ ഇടയിൽ കൂടെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. ഇത് അള്ളാഹ് എനിക്ക് തരുന്നൊരു അവസരമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ആ റമദാനിലെ തറാവീഹുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് 40 മിനിറ്റ് കൊണ്ട് തറാവീഹ് തീരും വേണം, ഖത്തം തീർക്കും വേണം. ഈ രണ്ട് കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ വല്ലാത്ത ബേജാറും തിരക്കൊക്കെയാണ്. അല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചാലിശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരും, മൂക്കുത്തടിയും ചാലിശ്ശേരിയായിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോ എന്റെ ഡിഗ്രി തീരുള്ള സമയം. അപ്പൊ തിരിച്ചങ്ങനെ പോകുമ്പോൾ വെച്ചാല് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ 15 വയസ്സിലാണ് ചാലിശ്ശേരിയിലെ ഖത്തീബായിട്ടുള്ളത്. അത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയമാണ്. അപ്പോ അൽഹംദുലില്ലാ, ഈ രണ്ട് മൂക്കുതലക്കാരാണെങ്കിലും ചാലിശ്ശേരിക്കാരാണെങ്കിലും ശരി, ഈ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പാണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ചോറ് തരുന്ന ഒരു നാട് പള്ളിയിൽ ഇവരാണ്. കാരണം അത് നമ്മുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കോളേജ് വിട്ട് വന്ന് കളിയും കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കുക എന്നുള്ളത് സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ രണ്ട് നാട്ടിലും അങ്ങനെ ഒരു കുറവുണ്ടായിട്ടില്ല. കാരണം അത്രയും സ്നേഹമായിരുന്നു. അവരാരും എന്നെ മൗലവിന്നോ സഭായിന്നോ ഒന്നവരാരും വിളിക്കില്ല, എല്ലാവരും ചാത്തി എന്നാ വിളിക്കുക. കാരണം അത്രയും അവരൊരു മോനെ പോലെ അവർ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അറിയാം, ആ ബന്ധത്തിന്റെ പേരിൽ അവർ പറയും, കോളേജ് വിട്ട് പോരും എന്നോട് പറയാം, ബീഹാരിന്ന് ഇമാം എടുത്തണ്ട കേട്ടോ, നിങ്ങൾ ഇമാം എന്നാ മതി. അത് എന്റെ കിറാത്ത് നല്ലതും ബീഹാരുടെ കിറാത്തും മോശമായിട്ടല്ല. അന്ന് ബീഹാരി ഹാഫിളാണ്, ഞാൻ ഹാഫിളല്ല. അപ്പൊ ഓൻ കുറെ ഓതും, ഞാനാകുമ്പോ ഒരു മയത്തിലൊക്കെ ഓതുള്ളൂ. അപ്പൊ ക്ലാസ് ഇത്തിരി കൂട്ടിയാലും വേണ്ടില്ല, ഇതൊന്നും ഇങ്ങോട്ട് കുറച്ച് പിടിച്ചാൽ മതി. നമ്മൾ ഈ വക നിയ്യത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, തറാവീഹിനെ സമീപിക്കരുത്. ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടണം. റസൂലുള്ളാഹിന്റെ അഴകും ദൈർഘ്യം. ഇപ്പോ എണ്ണത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ 11 എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാക്സിമം നിസ്കരിച്ചതാണ് 11. കണ്ടോ, ഒരു മുഅദ്ദദ ഇത്ര എണ്ണം നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ള ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ 11. പിന്നെ ഒരു മുഅദ്ദദ എണ്ണ ഇല്ലാതെ നിസ്കരിക്കല, അതാണ് ഇത്രയും. അപ്പൊ പലരും പറയും ഹറമിൽ എന്താ 20 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ അങ്ങനെ അത് ഒരു ഇമാം മാറി അടുത്ത ഇമാമ് കയറി നിന്നിട്ട് സംഭവിക്കണം, അല്ലാണ്ട് അവിടെ ഒന്നും 11 കൂടുതലില്ല. കാരണം നമുക്ക് ഇത് അങ്ങനത്തെ ഡൈജസ്റ്റ് ആവണില്ലല്ലോ. നമ്മൾ 11 പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പൊ 20 റക്അത്ത് നിസ്കരിക്കാൻ അത്ര അങ്ങനെ ശരിയാവുന്ന കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് തറാവീഹിന്റെ എണ്ണം നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ ഉസൂൽ അടിസ്ഥാനത്തിലാണ്. ഉസൂൽ എങ്ങനെ, മുഅദ്ദദ് എണ്ണം നിശ്ചയിച്ച് ഇത്ര എണ്ണ പാടൂ എന്ന് ഒരാൾക്ക് പറയാമെങ്കിൽ ഹദീസിൽ എണ്ണ എത്രയുള്ളൂ, 11 ഉള്ളൂ. അതിൽ കൂടുതൽ എണ്ണം പറയാൻ അവകാശമില്ല. പിന്നെ ഉള്ളത് ഒയ്റു മുഅദ്ദദാൻ, എണ്ണം നോക്കാതെ എത്രയും ഒരാൾക്ക് നിസ്കരിക്കാം. സുബഹി ഭയപ്പെടുവോളം നിസ്കരിക്കാം. സുബഹി ഭയപ്പെടുമ്പോൾ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കാം. അതിന്റെ പേര് ഒയ്റു മുഅദ്ദദാൻ. അങ്ങനെ വരുമ്പോ നിങ്ങൾ നോക്ക്, സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ കിബാറുൽ ഉലമയുടെ അഭിപ്രായ പ്രകാരം തറാവീഹ് മുഅദ്ദദ് എത്രയാണ്, 11. അതുകൊണ്ടാണ് അവരുടെ എല്ലാ പള്ളികളിലും എത്ര നിസ്കരിക്കുന്നത്, 11 നിസ്കരിക്കുന്നത്. ഇരു ഹറമുകളിൽ പല മദ്ഹബ് വീക്ഷണമുള്ള ആളുകളും ലോകത്തിന്റെ പല ജനങ്ങളും പങ്കെടുക്കുന്നത് കൊണ്ട് ആർക്കൊരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഉസൂല് ഒയ്റു മുഅദ്ദദിന്റെ ഉസൂലിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, 20 നിസ്കരിക്കണം. അല്ലാതെ വേറെ അഭിപ്രായമൊന്നുമല്ല. ഒരാള് 20 നിസ്കരിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. പക്ഷെ 20 നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് എന്താണ്, തെറ്റാണ്, ഒരു സംശയമില്ല. കാരണം 20 ഒരു സ്വഹീഹായ ഹദീസും ഇല്ല, 20 തെളിവ് അവലംബിക്കാവുന്ന ഒരു രേഖയും ഇല്ല. അതുകൊണ്ട് 20 നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇത്രേ പറ്റുള്ളൂ എന്ന് പറയാൻ എണ്ണം എത്രയുള്ളൂ, 11 ഉള്ളൂ. പിന്നെ എണ്ണമല്ലാത്ത 20 ആവാം, 36 ആവാം, 40 ആവാം. അതൊക്കെ ഒയ്റു മുഅദ്ദദാൻ, എണ്ണല്ലാതെ നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം. ആ മാനദണ്ഡത്തിലാണ് ഹറമുകളിൽ 20 റക്അത്ത് ഖിയാമുൽ ലൈൽ അങ്ങനെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ പിന്നെയും പാതിരാത്രി എന്ത് ചെയ്യലുണ്ട്,
ഖിയാമുൽ നിസ്കരിക്കാൻ കാണാൻ സാധിക്കും. അത് ഉയറും അദ്ദതാണ്. അതാണ് നമ്മളവര് പഠിക്കേണ്ട ഒരു വിഷയം. അപ്പോ തറാവീഹുകളെ പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ 11 റക്അത്ത് നിസ്കരിക്കുമ്പോഴും തഹജ്ജുദ് അതുപോലെ വീട്ടിലെ വിത്തറൊക്കെ നിസ്കരിച്ച് ശീലമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, 8 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഊരും. നല്ല ഉദ്ദേശം കൊണ്ടാണ് പുറകെ മാറി. കാരണം നമ്മൾ കാലങ്ങളായി തഹജ്ജുദ് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥതയാണ്. രാവിലെ ആ നേരത്തെ എണീറ്റ് നിസ്കരിച്ചില്ലെങ്കിൽ അത് നിസ്കരിക്കുന്ന ആൾക്കാരോട് അവരുടെ അവസ്ഥ അവർക്ക് അറിയുള്ളൂ. കാരണം ആ നേരത്തെ എണീറ്റ് നിസ്കരിക്കുക എന്നുള്ളത് ഒരു ആസ്വാദനമാണ്. അത് അവർക്ക് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, 8 കഴിഞ്ഞാൽ പതുക്കെ അങ്ങനെ മാറിയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് തറാവീഹിന്റെ ഏറ്റവും പ്രതിഫലം ഏതിനാണ്? 11 ഇമാമിന്റെ കൂടെ പൂർത്തീകരിക്കാനാണ്. കാരണം ഇമാമ നമസ്കാരം വിട പറയുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് വരെ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാലാണ് ആ രാത്രി മുഴുവനായി നിസ്കരിച്ച കൂലി അള്ളാഹു നൽകുമെന്നാണ്. ആ രാത്രി മുഴുവനായി നിസ്കരിച്ച കൂലി അള്ളാഹു ചാരം നൽകും. ഇനി നിങ്ങൾ ആലോചിക്ക്, അപ്പൊ നമ്മൾ ഇനി എന്താ കാണിക്കുക? തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എന്ത് ചെയ്യും? അവരെ നമ്മൾ മനസ്സിലാക്കേണ്ട അത് അവിടെ 11 പൂർത്തീകരിക്കാം. പിന്നെ നമുക്കുള്ള വിഷമം വെച്ചാൽ 11 ആയില്ലേ, ഇനി ഒറ്റയിൽ അവസാനിപ്പിച്ച് ഇനി നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ തഹജ്ജുദ് നേരത്തെ എണീക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒറ്റയിൽ അവസാനിക്കാത്ത രൂപത്തിൽ 2 റക്അത്ത് വെച്ച് നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥനകളൊക്കെ ഇട്ട് മുഴുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഖിയാമുകൾ ഉണ്ടാവും റമദാനിൽ. അതുപോലെ തന്നെ ഈ റമദാനിൽ നമുക്ക് ഒരു റമദാൻ കൊണ്ട് എത്ര റമദാന്റെ നോമ്പുകൾ അധികരിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം അല്ലാഹു തആല പറഞ്ഞു ഇല്ലേ? ഒരു നോമ്പുകാരന് നിങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധ്യമായാൽ അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നുപോലും ചുരുങ്ങാതെ നിങ്ങൾക്കും അതേ നോമ്പിന്റെ പ്രതിഫലങ്ങള് അല്ലാഹു നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്നൊരു നോമ്പുണ്ട്. നമ്മൾ വേറൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ച എത്ര കൂലിയായി? ഈ നോമ്പിന്റെ 2 നോമ്പിന്റെ കൂലിയായി. അങ്ങനെ ഈ റമദാനിലുടനീളം നമ്മൾ ആലോചിച്ച്, ഇപ്പോ നമ്മൾ ഇതുപോലത്തെ നിബിഡമായ പ്രദേശമൊന്നും വേണ്ട. ഇപ്പൊ കേരളത്തിന്റെ ബോർഡർ പ്രദേശങ്ങളിലൊക്കെ നമ്മളൊരു ചില ഏരിയ ഒക്കെ ഉണ്ട്, 2500 രൂപ 3000 രൂപ ഒക്കെ കൊടുത്ത ഒരുപാട് ആളുകൾ നോമ്പ് തുറന്നു പോകും. അതിന് കുഞ്ഞുതുറ എന്നൊക്കെ പറയും. അവരെ കുറച്ച് ഫ്രൂട്ട്സും ഈത്തപ്പഴക്ക അങ്ങനെ കുറെ ആൾക്കാർ നോമ്പ് തുറക്കും. അങ്ങനെ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അൽഹംദുലില്ലാ അത്രയും നോമ്പിന്റെ പ്രത്യേകത. അപ്പൊ ഒരു റമദാൻ കൊണ്ട് എത്രയോ റമദാന്റെ പുണ്യങ്ങളെ. അതുകൊണ്ടാണ് പഠിച്ചവൻ നമുക്ക് നോക്കി നന്മകൾ ഇങ്ങനെ വാരിക്കോരി മീസാനിന്റെ നന്മ തിന്മ തൂക്കുമ്പോ ആ നന്മ കടന്നു വരാനുള്ള അവസരങ്ങൾ നമുക്ക് ഇങ്ങനെ അധികരിപ്പിച്ച് തരാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം പറഞ്ഞു, അള്ളാഹുവിനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക, പാപമോചനങ്ങൾ ഉണ്ടാവുക. അത് അള്ളാഹു തആല വെറുതെ തന്നല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഒന്ന് സൂറത്ത് ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കിയ ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം 183. 184 ആയത്ത് ഏതാ? അയ്യാമു മഅദൂദാത്ത്, ആ ദിവസങ്ങളെ പറ്റി പറയാം. 185 ആയത്ത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. 186 ആയത്ത് ഏതെന്നറിയോ? അപ്പൊ ഇതുവരെ പറഞ്ഞു വന്ന നോമ്പ് റമദാൻ ദിവസങ്ങളെ. പക്ഷെ 186 ആയത്ത് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. എന്നെക്കുറിച്ച് എന്റെ അടിമ ചോദിച്ച റസൂലെ പറഞ്ഞു കൊടുക്ക്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. കണ്ടോ? ഇനി വീണ്ടും 157 ആയത്ത് പോയി. അവിടെ അല്ലാഹു പറഞ്ഞെന്നറിയോ? നോമ്പിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ നോമ്പിന്റെയും റമദാനിന്റെയും ആയത്തിന്റെ ഇടക്ക് നോമ്പിന് ബന്ധമില്ലാത്ത ഒരായത്ത് എന്തേ അല്ലാഹു കൊണ്ടുവന്നേ? നമുക്ക് പ്രത്യക്ഷത്തിൽ അതിന് ബന്ധമില്ല എന്ന് തോന്നുന്നില്ലെങ്കിലും ഇതിൽ മുഴുവൻ എഴുകിച്ചേർന്ന് കിടക്കാൻ, അള്ളാഹിനോട് പറയാൻ, അള്ളാഹിനോട് ചോദിക്കാൻ, അവനോട് പൊറുക്കലിനെ തേടാൻ, അവനോട് പ്രതീക്ഷ അർപ്പിക്കാൻ അള്ളാഹു മനോഹരമായ ദിനങ്ങളെ തന്നിരിക്കുന്നു ഈ റമദാനിൽ. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി ചോദിക്കുമ്പോ പറഞ്ഞോ, അള്ളാഹ് വളരെ അടുത്തുള്ളവനാണ്. ചോദിച്ചോ, അള്ളാഹു ഉത്തരം നൽകുന്നൻ. എന്തുകൊണ്ട്? ഇപ്പൊ എനിക്ക് നല്ല മനസ്സിന് നല്ല ടെൻഷനുണ്ട്, വിഷമുണ്ട് വിചാരിക്കാൻ. ഞാനിവിടെ വടക്കൂട്ട് വന്നിട്ട് നിങ്ങളോട് എന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇരുന്ന് കേട്ടു തരും.
അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്നോട് പറയും, സാരല്ല, ഒക്കെ ശരിയാവും, എന്നെ സമാധാനിപ്പിച്ചു തരും. നാളെ ഞാൻ വന്നിട്ട് ഇതേ വിഷയം തന്നെ പറഞ്ഞാൽ, ഇന്നലെ സമാധാനിപ്പിച്ച നിങ്ങൾ തന്നെയാണ്, പക്ഷെ എന്താ പറയുന്നത്, തന്നെയല്ല ഇപ്പൊ ഇയാൾ ഇന്നലെയും പറഞ്ഞു. അത്രയും നമ്മള് മൂന്നാമത്തെ ദിവസം അതേ വിഷയം തന്നെ ഞാൻ വന്ന് പറഞ്ഞ് നിങ്ങൾ പറയും ഇയാൾക്ക് ഓർമ്മ പറയാല്ലേ. നാലാമത്തെ ദിവസം ഞാനിത് പറയാൻ വേണ്ടി വന്നാല് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ ബി കൂടെ അങ്ങനെ പോകും. കാരണം എന്താണ്, ഇയാൾ ഇതന്നെ പറയാൻ വേണ്ടി നടക്കാം, സ്വാഭാവികമാണ് അല്ലേ? ഒരു കാര്യം ആവർത്തിച്ച് ഒരേ വിഷയം കുറെ സമയം ഒരു മനുഷ്യനോട് പറഞ്ഞ മനുഷ്യന്മാർക്ക് ഭ്രാന്താവും. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എത്ര അള്ളാഹിനോട് ആവർത്തിച്ച് പറയുമോ, അള്ളാഹ് കേൾക്കാൻ സന്നദ്ധന്, ഇജാബത്ത് നൽകാൻ സന്നദ്ധന്. അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇതിനേക്കാൾ വലിയ കാരുണ്യവാനായ റബ്ബിയ, മനസ്സിന്റെ വിഷമങ്ങളെ കേൾക്കാൻ, സങ്കടങ്ങളെ കേൾക്കാൻ ഇതിനേക്കാളും വലിയ കാരുണ്യവാനില്ല. അതുകൊണ്ട് ഈ റമദാനിൽ മനസ്സ് തുറന്ന് പറ അള്ളഹാനോട്. നിങ്ങൾക്കറിയോ, അള്ളാഹു നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന ഒരു സമയമുണ്ട്. അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അത് നമ്മൾക്ക് അതിന്റെ ഗാംഭീര്യം മനസ്സിലാവണമെങ്കിലേ ഈ പെരുമ്പടപ്പം പുത്തമ്പള്ളിയും പിന്നെ വടക്കോട്ടും അങ്ങനെ വന്നോരും നാക്കോരും ഒക്കെ ഒരൊറ്റ ആളുടെ ഓണർഷിപ്പിലാന്ന് കരുതി വെക്കി. അയാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ അയാളോട് എന്തൊരു ബഹുമാനായിരിക്കുമല്ലോ മനുഷ്യന്മാർക്ക്, അല്ലേ? കേരളം, ഇന്ത്യ അല്ലെങ്കിൽ ഈ ലോകം മൊത്തം ഒരൊറ്റ ഓണറാണെങ്കിലും ഈ ഭൂമിക്ക് അയാൾ വലിയൊരു സംഭവമല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ 13.5 ലക്ഷത്തിലധികം ഭൂമി കൊള്ളും എവിടെ? സൂര്യന്റെ ഉള്ളിൽ 13.5 ലക്ഷത്തിലധികം ഭൂമി കൊള്ളും. ആ സൂര്യൻ, ഇത്രയും ഭൂമി കൊള്ളണ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയിൽ ക്ഷീരപഥത്തില് ഒരു പൊട്ടുപോലെ കാണണമെന്നാണ്. കാരണം അതിനേക്കാളും വലുതാണ് അതിന്റെ അപ്പുറത്തുള്ള നക്ഷത്രം. മനുഷ്യൻ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത് 900 കിലോമീറ്റർ വേഗതയിൽ 1100 വർഷം സഞ്ചരിക്കണമെന്നാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? അതിനപ്പുറം ഉണ്ട്, പക്ഷെ കണ്ടെത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ശതകോടി നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. അങ്ങനെ എത്ര കോടിക്കണക്കിന് ഗാലക്സികളാണ് ഇവിടെ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക്. അവിടെ വരെ മനുഷ്യൻ എത്തിയിട്ടില്ല, മുഴുവനായിട്ടില്ല. അതിൽ ഒരു ഗാലക്സി പോലും മുഴുവനായിട്ടില്ല. പിന്നല്ലേ കോടിക്കണക്കിന് ഗാലക്സികൾ. ഇത് ഒന്നാം ആകാശത്തിലാണ്. അതിനും വലുതാണ് 2, അതിനും വലുതാണ് 3. അങ്ങനെ ഏറ്റവും വലിയ 7-ാം ആകാശത്തിന് മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ്. നോക്ക്, ആ യജമാനനായ റബ്ബ് അവൻ നമ്മളിലേക്ക് കടന്നു വരാൻ, അള്ളാഹിനോട് സംസാരിക്കാനാണ് നിസ്കാരത്തിൽ നമ്മൾ വരുന്നത്. ഇത്ര വലിയ അള്ളാഹിനോട് മലപ്പുറം ജില്ലയുടെ തൃശ്ശൂരിന്റെ ബോർഡറിലുള്ള ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് വന്ന് അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ യജമാനനായ റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു നമ്മളോട് മറുപടി പറയാൻ. അതുകൊണ്ടാണ് അള്ളാഹിന്റെ മുമ്പിൽ ഉറക്ക ഡ്രസ്സിൽ നമ്മൾ വന്നിരിക്കോ? ഇല്ലല്ലോ. അള്ളാഹിനോട് 5 നേരം സംസാരിക്കാൻ ആ അനുഭൂതിയാണ് ഒരു നിസ്കാരം കഴിയുമ്പോൾ അടുത്ത നിസ്കാരത്തിൽ കാത്തു വരണത്. ആ ഇത്ര വലിയ റബ്ബ് ഇറങ്ങി വരാൻ. അതാണ് നിസ്കാരത്തിൽ നമുക്ക് വേണ്ടത് ഹൈബത്താണെന്ന് പറയാ. ഹൗഫ് എന്ന് പറഞ്ഞ പേടിയാണ്, പക്ഷെ ഹൈബത്ത് പറഞ്ഞത് ഒരു ഗാംഭീര്യത്തോടുള്ള ഒരു ഭയം, വലിയൊരാളോട് കാണിക്കുന്ന ഒരു ബഹുമാനം. ആ ഹൈബത്ത് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണം. ആ പടച്ചോൻ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരാൻ എന്തിനാണെന്നറിയോ? ആരുണ്ടെന്നോട് ചോദിക്കാൻ അവന് ഞാൻ ഉത്തരം നൽകാം, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ അവന് ഞാൻ ഇജാബത്ത് നൽകാം, ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ അവന് ഞാൻ പൊറുച്ചു തരാമെന്നല്ലോ. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയാൻ, ആരുണ്ടെന്നോട് ചോദിക്കാൻ അവന് ഞാൻ ഉത്തരം നൽകാം, ആരുണ്ട് പൊറുക്കലിനെ ചോദിക്കാൻ ഞാൻ പൊറിച്ചു തരാം. എപ്പോഴാ വരികയെന്നറിയോ? രാത്രിയുടെ അവസാനം 1/3. അഥവാ നമ്മൾ അത്താഴത്തിന് എണീക്കണ ആ സമയത്ത് ഒരല്പസമയം അള്ളാഹിനോട് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ. അള്ളാഹ് അടുത്തുണ്ട്, അള്ളാഹ് കരീബാണ്, അള്ളാഹു ഉത്തരം നൽകും. ചോദിച്ചൂടെ? നമുക്ക് പറഞ്ഞൂടെ? അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം അള്ളാഹിന്റെ കാരുണ്യം ഒക്കെ ശരിയാണ്, പക്ഷെ പടച്ചോൻ ആ കാരുണ്യത്തിൽ നാട്ടി ഓടിക്കുന്നത് ആരെയാണ്? ഞാൻ റമദാന്റെ ക്ലാസ് പറഞ്ഞപ്പോ ഹദീസ് ഉദ്ധരിച്ചിരുന്നു. റമദാനായിട്ട് പാപങ്ങളെ പൊറുക്കപ്പെടാത്തവനുണ്ടോ നാശമടയട്ടെ എന്ന്. അതിനുപയോഗിച്ച പദം എന്താണെന്നറിയോ?
ഒരു മനുഷ്യൻ തുലയട്ടെ, നാശമടയട്ടെ. ഹദീസിന്റെ ഷർഹ് കാണാം, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ, അഥവാ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ റസൂൽ ആമീൻ പറഞ്ഞു. ആരാണ് റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യമുള്ള കുറിച്ചിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യരുണ്ടോ? അവർ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ ദുആഇന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാന്റെ മുത്തുനബീനെ ഒന്ന് പഠിക്കണം കേട്ടോ. ആ റസൂലുള്ളാഹിനെ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിച്ചു. തായിഫിന്റെ മണ്ണില് റസൂലുള്ള ഒരൽപ്പം അഭയം കിട്ടുമെന്നറിയാൻ ഉമ്മാന്റെ കുടുംബക്കാരുള്ള, ഉമ്മാന്റെ ഗോത്രമുള്ള നാടാ തായിഫ്. അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കടന്നു ചെന്നു, എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്നറിയാം. പക്ഷെ അവിടുത്തെ തെരുവിലെ മക്കളെ കൊണ്ട് റസൂലുള്ളാഹിനെ കല്ലെറിയിപ്പിച്ചു. നാട്ടിലെ മലാലിച്ചൊക്കെ ഇവിടെ പുത്തമ്പള്ളി പ്രാന്തപ്രദേശ് നമ്മളെ നാട്ടില് റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മളെ മുഴുവൻ കല്ലെറിയിപ്പിച്ചാൽ ഉണ്ടാവണം നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അള്ളാന്റെ ഹബീബിനെ കല്ലെടുത്തെറിഞ്ഞു. നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി ഭ്രാന്താന്ന് വിളിച്ച് പ്രവാചകന്റെ പിന്നാലെ ഓടി. റസൂലുള്ളാഹി പറയും, എന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നീട് ബോധം വരുമ്പോൾ ഞാൻ മറ്റൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന സഹാബി പറഞ്ഞു, ഒരു തുള്ളി ദാഹജലം പോലും തന്നില്ല റസൂലേ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്നും മദീനയുടെ ബാബുസ്സലാമിലൂടെ കടന്നതെന്ന്, റസൂലുള്ളാഹിന്റെ മിമ്പറും കടന്ന് റൗള ശരീഫും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, രോമമെഴുന്നേറ്റ് നിൽക്കുന്നത്, ഒന്നല്ല 10 അല്ല 100 തവണ കടന്നു വന്നാലും അത് തന്നെയാണ് അവസ്ഥയെങ്കിൽ അത്രമേൽ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിനെ ഒരു നാടിന്റെ തെരുവില് കല്ലെറിഞ്ഞ് താഴെയിടുന്നത്, പ്രവാചകനെ ദാഹം കൊണ്ട് വലഞ്ഞ് ബോധം പോലും നഷ്ടപ്പെട്ടു പോകുമ്പോ 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷം പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയി. നിമിഷം ഒരൊറ്റ വാക്ക്, ഒരു വാക്ക് മതി റസൂലേ, അവരെ ഞാൻ നശിപ്പിച്ചോളാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കുണ്ട്, വേണ്ടട്ടോ ജിബ്രീലേ, അല്ലാഹുമ്മ അഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവർക്ക് പൊറുച്ചു കൊടുക്കല്ല, അവർ വിവരമില്ലാത്തവരാണ്, പൊറുച്ചു കൊടുക്കല്ല. ആ ജനതക്കെതിരെ പോലും പ്രാർത്ഥിക്കാൻ അള്ളാന്റെ റസൂൽ തയ്യാറായില്ല. ആ ജനതക്ക് നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാന്റെ ഹബീബ് തയ്യാറായില്ല. പക്ഷെ ഇവിടെ റസൂലുള്ള ദുആ ചെയ്തു, റമളാനിലൂടെ ജീവിച്ചിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത വിശ്വാസികളെ അവർ നാശമടയട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോ മദീനയുടെ മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ വെച്ച് അള്ളാന്റെ റസൂൽ ആമീൻ പറഞ്ഞു. ഞാൻ 100% ഇജാബത്തുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹു ചെയ്ത വലിയൊരു കാരുണ്യം. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. കുല്ലിബിനി ആദമ ഖത്താ, ആദം സന്തതികൾ പാപികളാണ്. പക്ഷെ അവരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാന്നറിയോ? അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്നവരാണ്. അള്ളാഹ് പൊറുത്തു തരാൻ സന്നദ്ധനാണ്. എങ്ങനെ പൊറുത്തു തരുന്നു പറഞ്ഞു? അള്ളാഹ് റമദാനിൽ ശുദ്ധീകരിച്ച് തരുന്നത് കമൻ ലാ ദംബല, അവൻ ആ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന രൂപത്തിൽ അള്ളാഹു തആല അവന് പൊറുത്തു കൊടുക്കുന്നതാണ്. നമ്മൾ അള്ളാഹിനോട് ഒരു തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് പൊറുത്തു തരണത് തെറ്റ് ചെയ്തിട്ടേ ഇല്ലാത്ത രൂപത്തിൽ. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണ പ്രശ്നം ഉണ്ടാവും, അല്ലേ? പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് കുറച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്ത് ചെയ്യും? സുൽഹാവും. അതുകൊണ്ടാണ് ദേശത്തിന്റെ പുറത്ത് ആരോടും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത്. കാരണം ദേശത്തിന്റെ പുറത്ത് സംസാരിക്കുമ്പോഴാണ് ഓള്ള ബാപ്പ ശരിയല്ല, ഓന്റെ ബാപ്പ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ആയിട്ട് അവസാനം പിടുത്തം കിട്ടാത്തടത്തേക്ക് നമ്മളുടെ ചിന്തകളെ, ദേഷ്യത്തെ ശൈത്താൻ കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ അതിനെ നമ്മൾ നിൽക്കരുത്. ദേഷ്യം ഉണ്ടോ പതുക്കെ അവിടെ നിന്ന് മാറിക്ക. അത് കാരണം എത്ര വലിയ പ്രശ്നം സുൽഹാവുന്ന ഇടം കമിതാക്കളുടെ ഇടയിലാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ്. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമിതാക്കൾ, അവരാണ്. അത് പെട്ടെന്ന് സുൽഹാവുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്കറിയോ, അങ്ങനെ സുല്ലായി നല്ലപോലെ ജീവിച്ചു പോകുന്നിടത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായാല് ഭാര്യ പറയും, പണ്ടുങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ഭർത്താവും തിരിച്ചു പറയും, നീയും പണ്ട് ഇങ്ങനെ തന്നെയല്ലേ പെരുമാറി. കാരണം എന്താ, അന്ന് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ പോലും എവിടെയോ ഒരു കറ ഉള്ളിന്റെ അത് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. പക്ഷെ അള്ള എടുത്തു കളയണത് എങ്ങനെയാണെന്നറിയാം? കമല്ലാതെ അമ്പല. നമ്മളത് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് പഠിച്ചവൻ അതിന് എടുത്തു കളയാന്നുള്ളതാണ്. അതിനുള്ള അവസരം അല്ലാഹു തആല റമദാനിൽ തന്നത് നോമ്പ് കൊണ്ട് പാപം പൊറിച്ചു തരാന്ന് പറഞ്ഞു. തറാവീഹ് കൊണ്ട് പാപം പൊറിച്ചു തരാന്ന് പറഞ്ഞു. മൻ ഖാമ ലൈലത്തുൽ ഖദർ
ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നിന്ന് നമസ്കരിച്ചവരുണ്ടോ അവർക്ക് അല്ലാഹു പാപങ്ങളെ പൊറുച്ചു തരാന്ന് പറഞ്ഞു. റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് സ്വമേധയാ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് പാപങ്ങളെ പൊറുച്ചു തരാന്ന് പറഞ്ഞു. 2 റമദാൻ നല്ലപോലെ കണ്ടവരോട് അതിനിടയിലുള്ള പാപങ്ങളൊക്കെ പൊറുച്ചു തരാന്ന് പറഞ്ഞു. ഇനി നന്മകളുടെ ആധിക്യം കൊണ്ടുവരുമ്പോ തെറ്റിന്റെ പിറകെ നന്മയുണ്ടോ, നന്മ തിന്മകളെ വായിച്ചു തരാമെന്ന് പറഞ്ഞു. എല്ലാ അവസരം അല്ലാഹു തആല നമുക്ക് വേണ്ടി തന്നു. ഇനി അതിലുപരി അള്ളാഹിനോട് പറയാ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. മാപ്പിരക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹ്, എനിക്ക് നീ മാപ്പ് തരണേ, എനിക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. അള്ളാഹിനോട് മാപ്പ് ചോദിക്കാം. രാവും പകലും അള്ളാഹു സന്നദ്ധനാണ്. അള്ളാഹു രാത്രി അവന്റെ കരങ്ങളെ നീട്ടും പകൽ ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാൻ, പകലിൽ അവന്റെ കരങ്ങളെ നീട്ടും രാത്രി ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാൻ. ഇന്നല്ലാഹു യഫ്റഹു തൗബത അബ്ദി. ഒരടിമ പശ്ചാത്തപിക്കുമ്പോ അള്ളാഹ്ക്ക് സന്തോഷാണ്. നേരത്തെ ഞാൻ തുടക്കം പറഞ്ഞില്ലേ, അള്ളാന്റെ കാരുണ്യം പറഞ്ഞില്ലേ, തെറ്റ് പുറത്തു തരാന്ന് മാത്രമല്ല, പുറത്തു തരണേ എന്ന് ചോദിച്ചതിന് കൂലി വരെ നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല യജമാനനായ റബ്ബ്, അത്രയും തന്റെ അടിമകളോട് കരുണ കാണിക്കുന്ന അള്ളാഹ്. പറയേണ്ട ഒരു താമസമല്ലേ ഉള്ളൂ. അതും രാത്രിയുടെ അവസാനത്തിലൊക്കെ അള്ളാഹ് പുറത്തുതരാൻ സന്നദ്ധനാണ്. അവസാന 10 ആകുമ്പോൾ എഴുതി വെച്ച് പറഞ്ഞാലും വേണ്ടില്ല, ബാക്കി ഉണ്ടാവരുത് കേട്ടോ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും അല്ലേ. നമ്മൾ തേടേണ്ടുന്ന ഒരവസ്ഥ പറയാൻ, സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥത്തിലെ ഒരാള് പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കാൻ, ഇസ്ലാം സ്വീകരിച്ചാൽ എനിക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിൽ പാപങ്ങളൊക്കെ പൊറുത്തു കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും. ആ മനുഷ്യൻ ഇസ്ലാമിനെ പുലുകിയിട്ട് ചോദിക്കുന്നുണ്ട്, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? ഉടനെ റസൂൽ തന്റെ ചോദ്യം വന്നു, അൻത വഹ്ശി, നീ വഹ്ശിയാണോ? അറിയില്ലായിരുന്നു റസൂലെ അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്ന്. റസൂലിന്റെ ചോദ്യം, കൈഫ ഖതൽത ഹംസ, നീ എങ്ങനെയാ എന്റെ ഹംസയെ കൊന്നത്? നേരിടാനുള്ള ധൈര്യമുള്ള റസൂലെ. പാറക്ക് പിന്നിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. ശത്രുവിനോട് പോരടിച്ച് ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ കയ്യിൽ കരുതിയ ചാട്ടുളി ലക്ഷ്യത്തിലെത്തിയപ്പോ ഞാൻ എടുത്തെറിയുമോ? അദ്ദേഹത്തിന്റെ അടിവയറിൽ വന്ന് വീടുന്ന രംഗം പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് വരാതിരിക്കോ പക്ഷി? എനിക്ക് നിന്നോട് വെറുപ്പില്ല, നിന്റെ മുഖം കാണുമ്പോ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരിക. അതങ്ങനെ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഉഹുദിന്റെ രണഭൂമിയില് വികൃതമാക്കപ്പെട്ട ശരീരമാണ് പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദരന്. വികൃതമാക്കപ്പെട്ട ശരീരം. എന്ന് റസൂലുള്ള വിളിച്ച സന്ദർഭം, ശുഹദാക്കളുടെ നേതാവാണ് എന്റെ ഹംസ, പ്രിയപ്പെട്ട ഹംസ എന്ന് റസൂലുള്ള വിളിച്ച രംഗം അതെനിക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് എന്റെ മുമ്പില് പറ്റുമെങ്കിലും ഒന്ന് വരാതിരിക്കോ? പക്ഷെ പിന്നീട് മദീന വരുന്നത് എപ്പോഴാണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വഹ്ശിയാണ് യമാമ യുദ്ധത്തിൽ. ഇനി നമ്മൾ പറ, ഈ പള്ളിയുടെ ഉള്ളിലിരുന്ന് വഹ്ശിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയേണ്ട വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. ആ വഹ്ശിക്ക് പുറത്തു കൊടുത്ത അല്ലാഹുവോടാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്തെന്നറിയോ? കൊന്നവനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിലേക്ക് വരുമ്പോ അള്ളാഹു ചിരിക്കുമെന്നാണ്. അള്ളാഹ് ചിരിക്കാൻ കാരണം അയാൾ കൊല്ലുന്ന സമയത്ത് മുസ്ലിം അല്ല, പിന്നീട് ഇസ്ലാമിനെ പുൽകിയതാണ്. വഹ്ശീനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയേണ്ട വാക്കെന്താണ്? റളിയല്ലാഹു അൻഹ. സഹാബത്തിന്റെ 12 കാറ്റഗറി പഠിപ്പിക്കുമ്പോ 10ാമത്തെ ദർജയിൽ മക്കം ഫതഹിൽ ഇസ്ലാമിനെ സ്വീകരിച്ചവരിൽ കാണാ ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഇനി എന്റെ പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഉഹദിലെ ഒരു ഘട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്ന സഹാബത്തിന്റെ ഇടയിൽ മലയുടെ പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന തന്ത്രമനിന് ശത്രുക്കളുടെ ഒരു പടത്തലവനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ഇബ്നു വലീദ്. പിന്നീട് മുസ്ലിംകളുടെ പടത്തലവന്, പടനയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ലാത്ത പടനായകൻ. നിങ്ങൾ നോക്ക്, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാണ്.
തൊട്ടപ്പുറത്ത് മിസ്അബ് ഇബ്നു ഉമൈർ രണ്ട് കൈയും മച്ചുപോയി നെഞ്ചിന്റെ മേലെ തുളയിട്ട് പുണ്യ ശരീരം പോലും രക്തത്തിനോട് കുളിച്ചു നിൽക്കാൻ 70-ലധികം വരുന്ന സ്വഹാബ ഷഹീദാണ്. വിശാലമായ ഖബർ കുഴിച്ചു. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഖബർ കുഴിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ ഖുർആനുള്ളവരെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സഹാബ എന്നല്ലാന്റെ മുത്തനബി പറഞ്ഞ ദിവസം ആ ഖാലിദ് ഇബ്നു വലീദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ട എന്താണ്? റളിയല്ലാഹു അൻഹു. അനത് അവർ നന്നായി, അവർക്ക് പുറത്തു കൊടുത്ത അള്ളാഹിനോടാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. പക്ഷെ അവര് പിന്നീട് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അതുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ ദുആകൾ ഉണ്ടാവാം, ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാവാം. ഈ റമദാനിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സ്വതക്കകളെ അധികരിപ്പിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്. നമ്മൾ സാധാരണ ഞങ്ങളെപ്പോലുള്ള ക്ലാസ് എടുക്കുന്നവർ പറയും, സംഘടനക്കാർ പിരിക്കും, സാധാരണക്കാർ കൊടുക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉണ്ടാവല്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റുപോലെ സ്വതക്ക ചെയ്തതാണ്. എന്നൊക്കെ ജിബരീലിനെ കണ്ടോ? എന്നൊക്കെ സ്വതക്ക ചെയ്യുന്ന എല്ലാ ദിവസവും ജിബരീലിനെ കാണും. അടിച്ചു വീശുന്ന കാറ്റുപോലെ സ്വതക്ക ചെയ്യും റസൂലുള്ളാഹ്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ സ്വന്തത്തോട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആലോചിക്കുക. മാക്സിമം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ പുണ്യരാവുണ്ട്. 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാവ് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. 1000 മാസങ്ങളെക്കാളും പുണ്യം എന്ന് പറഞ്ഞാൽ 83 വർഷത്തിലധികം കണ്ടിന്യൂ ഇബാദത്ത് എടുക്കാൻ പറ്റും നമുക്ക്? ഇല്ലല്ലോ, അതിന് അവകാശമില്ല. പക്ഷെ അത്രയും കൂലി ഒരു രാവിന് അള്ളാഹു നൽകാന്നുള്ളതാണ്. ഒന്ന് മനസ്സ് വെച്ച പോരെ. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ അവസാനമാകുമ്പോ പുറകോട്ട് പോകും. ഇപ്പൊക്കെ ഇങ്ങനെ ഒരു ചിന്തൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നേരെത്തുമ്പോ പതുക്കെ പുറകോട്ട് നമ്മൾ പോവും, അല്ലെ? ഇനി അഥവാ ഇനി പള്ളിക്ക് വരികയാണെങ്കിൽ പോലും പള്ളി പോയിട്ട് ഉറങ്ങാന്നുള്ള നീയത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ തമാശക്ക് പറയില്ലേ, എത്തിക്കാഫല്ല കെടുത്തിക്കാഫാനും ഒരു ബ്ലാങ്കറ്റും തലേനൊക്കെ ഇട്ട് വന്ന ആദ്യം അതൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ, കാരണം അപ്പൊ നീയത്ത് എന്തിനും കിടക്കണം. നേരെ മറിച്ച് ഞാനത് വയ്യാത്തവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വന്നോ കിടന്നോ പ്രശ്നമല്ല, നമുക്ക് ആ കൂലി കിട്ടും, കിടക്കണ്ടെന്നൊന്നല്ല പറഞ്ഞു. പക്ഷെ ആവതുള്ളവൻ അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴാ കിടക്കണ്ടേ? തീരെ വയ്യാതെ വരുമ്പോഴാണ് കിടക്കേണ്ടത്. ആ സമയത്ത് കിടക്കാം. ആദ്യമേ കിടക്കാനുള്ള നീയത്ത് മാക്സിമം ഇബാദത്ത് ചെയ്ത്, കാരണം ആ ദിവസം മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അതിന് ഉപയോഗപ്പെടുത്തുക. നിങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒഴിവാകും. പക്ഷെ ഒരൊറ്റ പോയിന്റ് ഇമാം സുന്നൈ വന്നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്ന രാവെന്ന് പറഞ്ഞതിനെ അദ്ദേഹം പറഞ്ഞത് ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ നമ്മളുടെ റിസ്ക്കും എല്ലാ ഉത്തരവുകൾ നടപ്പിൽ വരുത്താൻ അള്ളാഹു അവന്റെ തീരുമാനം മലക്കുകൾക്ക് കൈമാറുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മള് ഈ വടക്കൂട്ടുള്ള ഇന്ന വ്യക്തി ഈ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 3-ന്റെ അന്ന് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് വന്നൊരു സ്കൂൾ ഗ്രൗണ്ടിന്റെ അവിടെ എത്തുമ്പോൾ അവന്റെ റൂഹ് പിടിച്ചോ എന്നുള്ള തീരുമാനം, ലൗഹുൽ മഹ്ഫൂദിലെ തീരുമാനം, ഈ ഒരു വർഷം നടപ്പിലാക്കേണ്ട തീരുമാനത്തിന്റെ ഓർഡർ മലായിക്കത്തിന് കൈമാറുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. നമ്മളുടെ റിസ്ക്, നമ്മളുടെ ആക്സിഡന്റ് എല്ലാം അള്ളാഹു കൈമാറുന്ന രാവാണ്. എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങ? ആഫിയത്ത് തരണേ അല്ലാ, രോഗം തരല്ല അല്ലാ, അപകടങ്ങൾ തരല്ല അല്ലാ എന്ന് ഖവാഇദ് വായിക്കാനുള്ള ദുആകൾക്ക് കഴിയുമെങ്കിൽ ഓർഡർ കൈമാറുന്നതിന് മുമ്പ് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യാൻ, ആ രാവിലേക്ക് നമ്മളൊന്ന് വരാൻ, അള്ളാഹിനോടൊന്ന് പറയാൻ. ലൈലത്തുൽ ഖദർ അത് നഷ്ടപ്പെട്ടവൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്, അവൻ പരാജിതനാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അവസാനത്തെ 10 ഇബാദത്തിന്റെ സമയമാണ്, പർച്ചേസിന്റെ സമയമല്ല. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് ഇഷ്ടം പള്ളികളോടാണ്, അള്ളാഹ്ക്ക് വെറുപ്പ് അങ്ങാടികളോടാണ്. നമ്മൾ എവിടെ ഉണ്ടാവില്ല? സാധാരണ അങ്ങാടിയിൽ വാങ്ങി പർച്ചേസ് ചെയ്തു, മാറ്റിയെടുത്തു. നമ്മൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? നേരത്തെ വാങ്ങുക. കഴിയാത്തവരെ അവസാന 10ന്റെ മുമ്പെങ്കിലും നേരത്തെ വാങ്ങി വെച്ചവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റമദാന്റെ മുമ്പേ, ഇനി അവസാന 10 ആവണതിന് മുമ്പെങ്കിലും പെരുന്നാളിനുള്ള ഡ്രസ്സുകളൊന്ന് വാങ്ങി നമ്മൾ അതിനെ സെറ്റാക്കി വെക്കുക. എന്തായാലും ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ ഉണ്ടാവും. പിന്നെ അവസാനത്തെ 10 ഇബാദത്തിന് വേണ്ടി ഇരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മള് വിട്ടു. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലത്തെ റമദാനിലെ മഞ്ചേരിയിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു വലിയൊരു തുണിക്കട ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ ഇറങ്ങിയ സമയത്ത് നമ്മളൊരു പ്രവർത്തകൻ അൽഹംദുലില്ലാ ആളെ ഫാമിലി ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. അവിടെ അങ്ങനെ കണ്ടു. അപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചപ്പോ
എന്താ അപ്പൊ ആളെന്നോട് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയാണ്, റമദാൻ വരില്ലേ, അപ്പൊ പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സത്യത്തില് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ ഒക്കെ മുമ്പേ നമുക്ക് സാധാരണ ആളുകളൊക്കെ, എനിക്ക് എന്നോട് കുറ്റബോധം ഉണ്ടായത്, കാരണം ഞാൻ ക്ലാസ് വേണം, ഞാൻ അതുവരെ റെഡി ആയിട്ടില്ലല്ലോ എന്ന് എനിക്ക് എന്നോടൊരു കുറ്റബോധം തോന്നി. അവരൊക്കെ അൽഹംദുലില്ലാ അത് കേട്ട ആളുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ. നമ്മുടെ നാടായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പെരുമ്പിലാവ് KR ഹോട്ടൽ കണ്ടിട്ടില്ലേ? പെരുമ്പിലാവിലെ ഒരു ബാറിന്റെ അപ്പുറത്തെ ഒരു ഹോട്ടൽ, അതിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റിക്കാരനെ കാണും, ഒരു നരച്ച താടിയുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്റെ അവിടെ. അദ്ദേഹത്തിന് 76 വയസ്സ് കഴിഞ്ഞു, 77ാമത്തെ വയസ്സാണ്. അദ്ദേഹം ഇപ്പോഴവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ഈ റമദാനിൽ മാത്രം നിങ്ങൾ അയാളെ കാണില്ല. റമദാനിലെ ആളങ്ങൾക്ക് കാണണമെങ്കിൽ മിനി ഊട്ടിയിൽ ജാമ്യ ഹിന്ദിന്റെ പള്ളിയിൽ പോയാൽ മതി. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? അദ്ദേഹം ആയ കാലം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച്, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച്, ഒരു ഗൾഫുകാരനാണ്, സെറ്റിൽഡ് മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെൺമക്കളെ വിവാഹം കഴിച്ചു, മകനൊരു ജോലിയായി, വിവാഹം കഴിച്ചു, മക്കളായി, സമാധാനമായിട്ട് ഇരിക്കുന്നതിന്റെ ഇടയിലാണ് ആ മകൻ ഇന്ന് ട്യൂബിട്ടൊരു കോമ സ്റ്റേജിലാണ്. മകന്റെ മക്കളെ, മകനെ, മകന്റെ ഭാര്യയെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഒക്കെ വീണ്ടും പുലർത്താൻ വേണ്ടി ഈ വയസ്സാം കാലത്ത് ആ മനുഷ്യൻ അവിടെ സെക്യൂരിറ്റി പണിയെടുക്കാൻ. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സ്വരൂപിച്ച് വെച്ച ആളല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനുഷ്യനും ഒരു കാൽക്കുലേഷനിൽ ജീവിതം കൊണ്ടുപോയിട്ട് ഒരു മാസം ഇബാദത്തിന് വേണ്ടി അവിടെ പോയിരിക്കണമെങ്കിൽ, അയാളുടെ കുടുംബം പുലർത്തണമെങ്കിൽ അതൊരു കാൽക്കുലേഷനാണ്. നമ്മൾ അങ്ങനെ കരുതിയിട്ട് പ്രിയമുള്ളവരെ, ഒരു തട്ടുകാരനകത്താണ് നമ്മുടെ വിശ്വത്തിന്റെ പ്രവർത്തകന്റെ കോട്ടക്കലെത്തുന്നതിന്റെ ഉള്ളില് 11 മണി വരെ തട്ടില്ല. അയാൾ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇബാദത്തിലുണ്ടാവും, നമ്മുടെ പള്ളിയിൽ ഉണ്ടാവും. ഇപ്പോഴും അയാള് അനുഭവം പറഞ്ഞ എന്താണ്, ഞാൻ കിട്ടുന്ന സമയത്ത് 100 രൂപ വെച്ച് ഇങ്ങനെ മാറ്റി വെക്കും. എന്നൊക്കെ മാറ്റി വെക്കണത്? ഈ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിക്കാണ് മാറ്റി വെക്കണത്, തുടങ്ങാൻ. അതുകൊണ്ട് ആ മാസം ഞങ്ങളെ കുടുംബം ലാവിഷാണ്, അത് റമദാന്റെ ബോക്സാണ്, അത് അങ്ങനെ എടുത്ത് വെച്ചാൽ അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അധികം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇബാദത്തിനോട് അള്ളാഹു അത്രയും കാരുണ്യം നമുക്ക് തന്നത് അമലുകൾ വഴിയാണ്. പുണ്യങ്ങളുടെ പേമാരി. ഒരു ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലം മുത്തുനബിയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നൽകുന്നത്. അതുകൊണ്ട് ഇബാദത്തിന് വേണ്ടി മുഴുക, വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റ, പള്ളിയോടൊരു അടുപ്പുണ്ടാവുക, അത്താഴത്തിന്റെ നേരത്ത് പോലും ഖുർആൻ ഓതിയ സഹാബത്തിന്റെ ശീലം, ഇഫ്താറിന്റെ വിഷയത്തിലും ഒക്കെ ഫർളുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവെ, കത്തിയാടുന്ന നരകത്തിന്റെ വറകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അള്ളാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് ആളുകൾ അള്ളാഹുവെ, വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കൾ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. നമ്മുടെ ഏതൊരു നാടിനെടുത്താലും അവിടൊക്കെ തുടക്കക്കാർ പലരും ഖബറിലായിരിക്കും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വടക്കൂട്ട് നമ്മുടെ ഈ പള്ളിയിനെടുത്താലും ഇവിടെ ചേക്കു ഹാജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം, എന്ന ഖബറിലാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂബക്കർ സാഹിബ് സദസ്സിലുണ്ട്. അവര് സൗദിയിൽ ഇവരുടെ അവിടെ ആദ്യമായിട്ട് ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ അന്ന് എന്റെ യാത്ര ഉറപ്പിച്ചിരുന്ന അബൂബക്കർ സാഹിബും നമ്മുടെ സലാം മദീനി ആണ്. നമുക്ക് അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റൂല. ആള് വളരെ നർമ്മത്തിൽ കൂടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം ഒന്ന് ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ നമുക്കറിയാം, നമ്മളാരും ഫിനാൻഷ്യലി വലിയ സെറ്റിൽഡ് ആയിട്ടൊന്നല്ല. എന്നിരുന്നാൽ പോലും അവനവന്റെ സമ്പാദ്യത്തിനൊക്കെ ചെലവഴിച്ചിട്ടാണ് ഇഫ്താറാണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അള്ളാഹു അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ചവരും ശാരീരികമായി അധ്വാനിച്ചവരും എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഇതുപോലെ സംഗമിക്കാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സഹോദരങ്ങളെ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ എല്ലാവരും പോയിട്ട് യാത്രകളും തന്നിട്ട് നമ്മള് സെപ്പറേറ്റ് ഇരിക്കുക. നോമ്പ് വെക്കാനുള്ള എല്ലാ സാധനങ്ങളും അത് അടുത്തേക്ക് എത്തുന്നതാണ്. പിന്നെ സംസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. എല്ലാവരും നിർദ്ദേശത്തിനനുസരിച്ചിട്ട് പുറത്തു പോവാം. ആദിലിന്റെ അവിടെ ആദിലെ ഇതെന്ത് വേണം എന്താ